ഹലോ, ഓഡിയബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വാറ്റിന്റെ ഫസ്റ്റ് സെഷൻ ആണിത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാം, വാറ്റ് എന്ന് പറയുന്നത് ഒരു ലോ ബേസ്ഡ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ നാട്ടിൽ GST ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ലോ ബേസ്ഡ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് മടുപ്പുണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് വാറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇന്ററാക്റ്റീവ് ആയി ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വർക്കിങ്ങോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾക്ക് ഇമോജികളൊക്കെ യൂസ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം. ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി ഓക്കെ ആണ്, വോയിസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടാലും മതി. ഓൾറെഡി ഇപ്പോൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതിനായിട്ട് റെഡിയായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ നോക്കാം കേട്ടോ മാക്സിമം. ഓക്കെ, ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യല്ലേ? സർ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ വാറ്റ് ആണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ അതിന് മുമ്പ് വാറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നെ കുറിച്ച് അറിയണം അല്ലെ. ഞാൻ ജസ്റ്റ് ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ദെൻ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ലോയും കാര്യങ്ങളിലോട്ടൊക്കെ വരാം. ഇന്ന് നമ്മൾ ജസ്റ്റ് എന്താണ്, നമുക്ക് നെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ ഇതിൽ പല ആളുകളും യിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നമ്മൾ നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ നാട്ടിൽ നിന്ന് ജോബ് നോക്കുന്ന ആളുകളാണ് അല്ലെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി അവിടെ പോയി ജോബ് നോക്കുന്ന ആളുകളുണ്ട്, ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് നമ്മളിതിലുണ്ട്. എന്നാൽ അക്കൗണ്ട്സിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്, യിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റീസെന്റ് ആയി വന്നിട്ടുള്ള വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളൊരു ടോപ്പിക് അല്ലെങ്കിൽ നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ജോലി സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ അത് പഠിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വാറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഞാൻ അത്രയും കാര്യങ്ങൾ പറയും. അതിനുശേഷം നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പൊ നിങ്ങൾ ഇതിൽ യിൽ ജോബ് നോക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ ഒക്കെ അറിയാം, നമുക്ക് യിൽ വാറ്റ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് GST അല്ലെ. GST കുറിച്ച് അറിയണം. നമ്മളോട് ചിലപ്പോൾ നമ്മൾ ഒരു +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മോട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് GST അറിയോ എന്നുള്ളത് ചോദിക്കും, നമ്മുടെ നാട്ടിൽ ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് ചോദിക്കാനുള്ള റീസൺ എന്താ, നമ്മുടെ നാട്ടില് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് നിലവിലുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനമോ അല്ലെങ്കിൽ ഒരു സേവനോ വാങ്ങുന്ന സമയത്ത് അതിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ്. അപ്പോൾ ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി ആണെന്ത്, നമ്മളൊരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി ശരിക്കും എന്താ, ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സുകൾ ആരുടെയൊക്കെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ ആർക്കൊക്കെയാണോ സെയിൽ ചെയ്യുന്നത്, അത് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു സാധനം വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ ആണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ടാക്സ് വരിക അല്ലെ. GST ആണെങ്കിലും വാറ്റ് ആണെങ്കിലും ഒക്കെ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന പർച്ചേസോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നടക്കുന്ന സെയിലോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അതിന്റെ മുകളിൽ വരുന്ന GST അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന യിലാണെങ്കിൽ വാറ്റിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടാവണം. വാറ്റ് എത്ര പെർസെന്റേജ് ആണ് ഒരു ഗുഡ്സിന്റെ മുകളിൽ ചാർജ് ചെയ്യുക, ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ 0 റേറ്റഡ് ആണോ എക്സംപ്റ്റഡ് ആണോ, അങ്ങനെ കുറെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ചാർജ് ചെയ്യും എന്നുള്ള നല്ല ഐഡിയ അവർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളൊരു റേറ്റ്, ഇപ്പോൾ 5% GST വരുന്ന ഒരു ഐറ്റം 80% അടിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് റോങ് ആണ് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നല്ല നോളജ് ഉണ്ടാവണം. അതാണ് നമ്മുടെ നാട്ടിലെ കേസ്. നമ്മുടെ നാട്ടില് നമ്മൾ GST അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് അക്കൗണ്ടിങ് കോഴ്സുകളോ അല്ലെങ്കിൽ വാറ്റിന്റെ കോഴ്സുകളോ അല്ലെങ്കിൽ GST ഒക്കെ പഠിച്ച് ഇറങ്ങുന്ന ആളുകളുണ്ട് അല്ലെ. ഇനി അതല്ല +2 കഴിഞ്ഞ് നേരെ അക്കൗണ്ടന്റ് ആവുന്ന ആളുകളും ഉണ്ട്. പല ടൈപ്പ് ഓഫ് അപ്ലിക്കൻസ് അല്ലെങ്കിൽ പല ആളുകൾ ജോബ് കാര്യങ്ങൾ അക്കൗണ്ടിങ് ഫീൽഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ 10th കഴിഞ്ഞ ആളുകൾ ജോബ് ചെയ്യുന്നുണ്ട് അല്ലെ, അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 12th കഴിഞ്ഞ ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇവരുടെ സാലറി സ്കെയിൽ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഇനി 10th കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിലും ആള് UAE അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് പൊതുവെ എന്താണ് സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാള് നേരിട്ട് പോയി ഒരു ജോബിന് കയറിയാൽ ചിലപ്പോൾ ആൾക്ക് 6000 8000 ഒക്കെ സാലറി ഉണ്ടാവുള്ളൂ. റീസൺ എന്താ? ആൾക്ക് ചിലപ്പോൾ GST കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല, GST റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയലിംഗ് കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഏതൊരു കമ്പനിയും അല്ലെങ്കിൽ ഏതൊരു എംപ്ലോയറും ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റിന് എടുക്കുന്ന സമയത്ത് അവർ നോക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ GST നോക്കും, അതേ സ്ഥാനത്ത് UAE-യിലാണെന്നുണ്ടെങ്കിൽ UAE വാറ്റിനെ കുറിച്ച് അറിയോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, 2018 എന്ത് ചെയ്യുന്നത് UAE-യിൽ ഈ വാറ്റ് അല്ലെങ്കിൽ UAE വാറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വാറ്റ് വന്നതോട് കൂടിയിട്ട് അതുവരെ ഇപ്പോൾ ഏതൊരു കമ്പനി ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യില്ല, അവർ അവിടെ അക്കൗണ്ട്സോ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാറില്ല. ഓക്കെ, അത് ജസ്റ്റ് ആ ഒരു ബിസിനസിന്റെ ഓണർക്ക് എത്രയുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലോസിലാണോ, നമ്മുടെ എക്സ്പെൻസ് എത്രയുണ്ട്, നമ്മുടെ ഇൻകം എത്രയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ആ ഓണർക്ക് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു 2018 വരെ. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന വാറ്റ് 2018 വന്നതോട് കൂടിയിട്ട് എല്ലാ ബിസിനസ്സുകളും എന്ത് ചെയ്യണം, അവരുടെ ബിസിനസിന്റെ സെയിൽസ്, ടോട്ടൽ സെയില്, അതുപോലെ അവരുടെ ടോട്ടൽ പർച്ചേസ് എത്രയാന്നുള്ളത് ഗവൺമെന്റിനെ അറിയിക്കണം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്. കാരണം നമ്മുടെ നാട്ടില് GST വന്നതോട് കൂടിയിട്ടും അതാണ് സംഭവിച്ചത് അല്ലെ, ഗവൺമെന്റിനെ നമ്മൾ അറിയിക്കേണ്ട സിറ്റുവേഷൻ വരികയാണ്. അതേപോലെ തന്നെ UAE-യിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റിനെ അറിയിക്കണം നമ്മുടെ ബിസിനസ്സിൽ എത്ര സെയിൽ ഉണ്ട്, ദെൻ എത്ര പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കണം. അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു റൂൾ UAE-യിൽ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതുവരെ അക്കൗണ്ടന്റിനെയൊക്കെ വെക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പുതിയൊരു അക്കൗണ്ടന്റിനെ വെക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 2018 ശേഷം UAE-യിൽ ഈ പറയുന്ന എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെ വാക്കൻസീസ് അല്ലെങ്കിൽ അവിടെ സാധ്യത കൂടിയിട്ടുണ്ട്, അവരുടെ സാധ്യത കൂടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ജോബ് വാക്കൻസീസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇപ്പോ നമ്മുടെ റീസെന്റ് ആയിട്ട് 2023 ലാസ്റ്റ് ഒക്കെ ആയപ്പോ UAE-യിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം കൂടെ വന്നു. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം കൂടെ വന്നപ്പോൾ ഡിമാൻഡ് ഒന്നുകൂടെ കൂടി. കാരണം UAE-യിൽ 2018 വാറ്റ് വന്നതോട് കൂടിയിട്ട് കുറെ കമ്പനീസ് എന്ത് ചെയ്യണം, അവർക്ക് ഏകദേശം ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലിമിറ്റ് സെയിൽ കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവർ UAE വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എന്നാൽ 2023 കോർപ്പറേറ്റ് ടാക്സ് കൂടെ വന്നപ്പോൾ എല്ലാ കമ്പനീസും, അതായത് UAE-യിലുള്ള എല്ലാ കമ്പനികളാണ് കേട്ടോ, അതായത് എല്ലാ ബിസിനസ്സുകളും എന്നുള്ള മീനിങ് അല്ല, എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യങ്ങൾ അത് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊരു അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ട്. മനസ്സിലായോ? ഒരു അക്കൗണ്ടന്റിന് ഈ പറയുന്ന അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോർപ്പറേറ്റ് ടാക്സ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് തന്നെ UAE-യിൽ 2023 കോർപ്പറേറ്റ് ടാക്സ് കൂടെ വന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഡിമാൻഡ് മീൻസ് അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്ന ഓരോരുത്തരുടെയും ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ UAE വാറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. പല ആളുകൾക്കും എന്താണ് UAE വാറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലെ ആളുകളാണെന്നുണ്ടെങ്കിലും അറിയില്ല. കാരണം എന്താ, അത് അവെയർ ആയി വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ UAE-യിലോട്ട് പോകുന്ന ആളുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. ചില ആളുകൾ UAE-യിലോട്ട് പോകുന്നുണ്ടാവും, പക്ഷെ അവരെന്ത് ചെയ്യില്ല, അവരെന്താണോ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംപ്ലോയർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ UAE വാറ്റിനെ കുറിച്ച് നല്ല നോളേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് നല്ല നോളേജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരുടെ ജോബ് സാധ്യത എന്ന് പറയുന്നത് ഹൈ ആണ്. ഇപ്പൊ നേരെ ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ് ഒരു MBA അല്ലെങ്കിൽ MCOM കഴിഞ്ഞ് പോകുന്ന ആള് വേറെ UAE വാറ്റോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചൊന്നും നോളേജ് ഇല്ലാത്ത ഒരാളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആളുടെ ജോബ് സാധ്യത അവിടെ കുറവാണ്. കാരണം അവർക്ക് ഈ പറയുന്ന UAE-യിലുള്ള ലോ അറിയില്ല. ലോ അറിയാതെ അവിടുത്തെ അക്കൗണ്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ GST അറിയാണ്ട് നമുക്ക് GST റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിൽ GST അറിയണം. അതേപോലെ UAE-യിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ UAE-യിലുള്ള ലോ നമുക്ക് അറിയണം, നിർബന്ധമായിട്ടും അറിയണം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്ക് പുറത്തോട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, UAE-യിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും UAE-യിലെ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ
അല്ലെങ്കിൽ യു എയിലെ എംപ്ലോയർ ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ 6000, 8000, 10,000 വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അവർ അതേ സ്ഥാനത്ത് തന്നെ 30,000, 40,000, 1 lakh വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതെന്താ ഡിഫറൻസ് എന്താ? അവർക്ക് ഈ പറയുന്ന 1 lakh അല്ലെങ്കിൽ 40,000 ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് നല്ല നോളജ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡീഷണൽ സ്കിൽ ഉണ്ടാവും. യു എ വാറ്റ് നമ്മുടെ നാട്ടിൽ GST ആണെങ്കിലും അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ലോസിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, സാലറി ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് GST ഫയലിംഗ് അറിയുന്നുണ്ടാവും. ഒരു കമ്പനി മന്ത്ലി എങ്ങനെയാണ് GST ഫയലിംഗ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ആ നോളേജ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലുള്ള ആളുകൾക്കുള്ള ഡിമാൻഡ് കൂടുതലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് യു എയിലും നമ്മൾ പോകുമ്പോൾ യു എയിൽ നല്ല കോമ്പറ്റീഷൻ ആണ്. ഒരുപാട് പിന്നെ വാക്കൻസീസ് ഉണ്ടെങ്കിലും ഒരുപാട് അപ്ലിക്കൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും അപ്ലിക്കൻസ് വരുമ്പോൾ അവരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ക്രൈറ്റീരിയ ഉണ്ടാവും. എംപ്ലോയർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് UAE VAT ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്. നിങ്ങൾ ജസ്റ്റ് യു എയിലെ ഒരു ജോബ് പോസ്റ്റ് എടുത്ത് നോക്കുക, ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ ഏത് പോസ്റ്റ് എടുത്ത് നോക്കുക, അതിൽ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് UAE വാറ്റിനെ കുറിച്ച് അറിയാം, കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് അറിയാം, അതുപോലെ തന്നെ സോഹോ ബുക്സ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച്, അതുപോലെ ടാലി പ്രൈമിനെ കുറിച്ച് അറിയാം, അഡ്വാൻസ്ഡ് എക്സലിനെ കുറിച്ച് അറിയാം എന്നുള്ളതൊക്കെ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം. ഇത് അറിയുന്ന ആളുകൾക്ക് ജോബ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ടൈം എടുത്ത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങൾ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം ഞാൻ എടുത്തത്. ഓക്കെ, സോ ഇനി നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാണ്. അപ്പൊ UAE വാറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് UAE അല്ലെങ്കിൽ UAEന്റെ ഒരു സ്ട്രക്ചർ എന്താന്നുള്ളത് അറിയണം അല്ലെ. അതൊന്നും ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോ നമ്മൾ എന്താണ് UAEന്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കാണ്. ഓക്കെ, മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക, ക്ലാസ്സിലിരിക്കുക. അടുത്ത ക്ലാസ് മുതൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കുക കേട്ടോ. കാരണം നിങ്ങൾ എത്രത്തോളം ഇതിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഇതിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പല ലോയും നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കൂല, നിങ്ങൾക്ക് പിന്നീട് അതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കൂടെ തന്നെ പഠിച്ചു പോവാ, ഇതിന് വേറെ ടൈമോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട, കൂടെ തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, സോ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ദെൻ UAE വാറ്റ് ആണ് നമ്മുടെ ടോപ്പിക് അല്ലെ. സോ ഞാൻ നേരെ സ്ലൈഡ് വിസിബിൾ അല്ലേ, ഓക്കെ അല്ലേ സ്ലൈഡ്? ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ. ഓക്കെ, സോ UAE വാറ്റിനെ കുറിച്ച് പറയുമ്പോൾ UAE കുറിച്ചുള്ള ഒരു നല്ല ഐഡിയ നമുക്ക് ഉണ്ടാവണം. സോ ഞാൻ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാണ്. ദെൻ ആദ്യം നമുക്ക് UAEന്റെ മാപ്പ് ഒന്ന് ജസ്റ്റ് നോക്കാം. എന്തൊക്കെയാണ് മാപ്പിൽ, അല്ലെങ്കിൽ UAEന്റെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇതാണ് ജസ്റ്റ് UAEന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതിൽ കാണുന്ന പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അബുദാബി, ദുബായ്, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ അല്ലെ. ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് പല സ്ഥലങ്ങളിലായിട്ടും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും ഇത് ഈ അബുദാബി, ദുബായ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? എന്താണ്, എന്തായിരിക്കും ഈ മാപ്പിൽ കാണുന്ന അബുദാബി, ദുബായ്, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും? UAEയിലെ എന്താണ്? നമ്മൾ ഇതുവരെ ദുബായ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പല ആളുകളും പറയും ഞാൻ UAEയിൽ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെ. അപ്പോൾ ശരിക്കും ദുബായ് എന്ന് പറയുന്നത് ഒരു കൺട്രി ആണെന്നുള്ള മൈൻഡ് സെറ്റ് പല ആളുകൾക്കുണ്ട്. ശരിക്കും എന്താണ് ദുബായ് അല്ലെങ്കിൽ അബുദാബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങളവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അല്ലേ, അറിയില്ലേ, നോളജ് ഇല്ലേ അതിനെക്കുറിച്ച്? പക്ഷെ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ എന്താണ് ദുബായ് അല്ലെങ്കിൽ അബുദാബി എന്നുള്ളത് കൊണ്ടൊക്കെ എന്താണ് ശരിക്കും അത്? പറയാൻ പറ്റുമോ? ഓക്കെ, എമിറേറ്റ്സ് ആണ്. സ്നേഹ പറയുന്നുണ്ട് എമിറേറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്. എമിറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, നമ്മുടെ നാട്ടില് ഇന്ത്യ എടുക്കുമ്പോൾ നമുക്കറിയാം കേരള, തമിഴ്നാട്, കർണാടക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ.
അതിനെ നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയും. നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്റ്റേറ്റ്സ് എന്നാണ് പറയാ. പക്ഷെ യു എയിൽ അങ്ങനെയുള്ള സ്റ്റേറ്റുകളാണ് നമ്മൾ എമിറേറ്റ് എന്ന് പറയാം. ഇപ്പോൾ അബുദാബി, ദുബായ്, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നൊക്കെ പറയുന്നത്, അജ്മാൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ 7 എമിറേറ്റ്സുകളാണ്. മീൻസ് നമ്മുടെ നാട്ടില് എമിറേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ യു എയിലെ സ്റ്റേറ്റുകളാണ് ഈ എമിറേറ്റുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ യു എ എന്ന് പറയുന്ന കൺട്രിയിലെ അബുദാബി, ദുബായ്, ഷാർജ എന്നൊക്കെ പറയുന്നത് യു എയിലുള്ള എമിറേറ്റുകളാണ്, മീൻസ് സ്റ്റേറ്റുകളാണ്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അബുദാബിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെ. ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് അബുദാബി എന്ന് പറയുന്ന എമിറേറ്റിലാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമ്മൾ യു എയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ യു എയിലോട്ട് വർക്ക് നോക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് നല്ലൊരു നോളേജ് അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി നേരെ നമ്മൾ ഇങ്ങോട്ട് യൂണിയൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് വരാണ്. മീൻസ് നമുക്ക് യു എ എന്ന് പറയുന്ന ഒരു കൺട്രി ഫോം ചെയ്യുന്നത് 1971 അത് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 7 എമിറേറ്റ്സ് പറഞ്ഞല്ലോ. ടോട്ടൽ യു എയിൽ 7 എമിറേറ്റ്സ് ആണ് വരുന്നത്. ആ 7 എമിറേറ്റ്സിൽ 6 എമിറേറ്റ്സ് ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന യു എ എന്ന് പറയുന്ന ഒരു കൺട്രി രൂപീകരിച്ചിട്ടുള്ളത്. ഫോം ചെയ്യുന്ന സമയത്ത് 6 എമിറേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1972 എന്ത് ചെയ്യാണ്, റാസൽ ഖൈമ അതിന്റെ ഭാഗമായിട്ട് വരികയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയൽ നിർബന്ധമാണ്. പിന്നീട് നമ്മൾ അത് ലോയിലോട്ടൊക്കെ പോകുന്നുണ്ടാവും. ഇനി നമുക്കറിയാം യു എ എന്ന് പറയുന്നത് ഒരു GCC കൺട്രിയാണ് അല്ലെ, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറയും. GCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മടുപ്പ് തോന്നും അറിയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, കാരണം ഈ ഐഡിയ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. സോ നമ്മൾ ഒരുപാട് കാര്യം വെച്ച് പറയുന്നില്ല. ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്താണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ നാട്ടിലെ ഏഷ്യൻ കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾ മാത്രമായിട്ട് നമ്മളൊരു യൂണിയൻ ഒക്കെ പറയാറുണ്ട് അല്ലെ. അതേപോലെ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു യൂണിയനാണ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അല്ലെങ്കിൽ GCC എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു GCCയിലെ ഒരു കൺട്രിയാണ് യു എ എന്ന് പറയാം. ഓക്കെ, അപ്പൊ യു എ എന്ന് പറയുന്നത് GCC അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് യു എ എന്ന് പറയുന്നത്. യു എ മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മൾ അറിയുന്ന സൗദി അറേബ്യ, ബഹ്റൈന്, കുവൈത്ത്, ഖത്തർ, ഒമാൻ. ഓക്കെ, അങ്ങനെ ഇത്രയും രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൗൺസിലാണ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അല്ലെങ്കിൽ GCC എന്ന് പറയാം. യു എ ഉണ്ട്, ദെൻ ബഹ്റൈൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, കുവൈത്ത് ഉണ്ട്, ഖത്തർ ഉണ്ട്, ഒമാൻ ഉണ്ട് അല്ലെ. ഇത്രയും കൺട്രികൾ ചേർന്നിട്ടുള്ളതാണ് നമ്മൾ ഈ പറയുന്ന GCC എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് GCC എന്നുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താണ് GCC എന്നുള്ളതാണ് ജസ്റ്റ് പറഞ്ഞത്. സോ ജസ്റ്റ് യുഎഇന്റെ ഒരു ബേസിക് ഐഡിയ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് GCC, ദെൻ അതുപോലെ തന്നെ യു എനെ കുറിച്ചുള്ള ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചു അല്ലെ. ഇനി നമ്മൾ പറയുന്നത് യു എ എന്നാണ് വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. 2018 വന്നത്. ജനുവരി 1 ഈ പറയുന്ന വാറ്റ് സിസ്റ്റം നമുക്ക് യു എയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം GST ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള GST ആണെങ്കിലും യു എയിലുള്ള വാറ്റ് ആണെന്നുണ്ടെങ്കിലും അതൊരു ടാക്സ് ആണ് അല്ലെ, ടാക്സ് ആണ്. അപ്പോ എന്താണ് ടാക്സ്? നമുക്കറിയാം ഗവൺമെന്റിന്റെ ഒരു റവന്യൂ ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വരുമാനമാണ് ടാക്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഏതൊക്കെ തരം ടാക്സുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏതൊക്കെ തരം ടാക്സുകൾ വരുന്നുണ്ട് ആർക്കെങ്കിലും അറിയോ? ഏതൊക്കെ തരം ടാക്സുകളാണ് യു എയിലല്ല പൊതുവെ? ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, വെരി ഗുഡ്. ഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സും അല്ലെ, രണ്ട് തരത്തിലുള്ള ടാക്സുകളാണ് വരിക. ഡയറക്റ്റ് നേരിട്ട് അടക്കുന്ന ടാക്സുകളും ദെൻ അല്ലാണ്ട് ഒരു ഇന്റർമീഡിയറി വഴി അടക്കുന്ന ടാക്സുകളും ഉണ്ട്.
ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇനി അതല്ല, ഞാൻ വേറൊരാൾക്ക് ടാക്സ് കൊടുത്തു, ആളാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് ടാക്സ് അടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. സോ സിമ്പിൾ ആണ്, ആരാണോ ടാക്സ് കൊടുക്കേണ്ട ആൾ എന്ത് ചെയ്യും, നേരിട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത് ഡയറക്റ്റ് ടാക്സും, ആരാണോ ടാക്സ് കൊടുക്കേണ്ടത് അവർ നേരിട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാതെ ഒരു ഇടനിലക്കാരൻ, അതാണ് ഇന്റർമീഡിയറ്റ് എന്ന് പറയാ അല്ലെ. അപ്പൊ ഒരു ഇടനിലക്കാരൻ വഴിയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു വരുമാന മാർഗമാണ് ടാക്സ് എന്ന് പറയാം അല്ലെ. നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഇപ്പോൾ യു എയിലാണെങ്കിൽ യു 2018 ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ടാക്സ് സിസ്റ്റം നിലവിൽ വരുന്നത്. അതിന് മുമ്പ് അവിടെ ടാക്സ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വരുമാന മാർഗമാണ് ഈ പറയുന്ന ടാക്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ടാക്സ് അല്ലാണ്ട് വേറെ എന്തായിരിക്കും 2018 മുമ്പ് വരെ ഗവൺമെന്റിന്റെ വരുമാനം എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. 2018 ടാക്സ് യു എയിൽ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഗവൺമെന്റിന് വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ലേ? ആലോചിച്ച് നോക്കാം, ഉണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വേറെ വരുമാനങ്ങൾ ഉണ്ടാവും. അല്ലാണ്ട് എന്ത് ചെയ്യില്ല, ഗവൺമെന്റ് ഈ പറയുന്ന സർവീസോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യു എയിലായാലും ഏതൊരു ഗവൺമെന്റ്, ഇതൊക്കെ പൊതുവായുള്ള കാര്യങ്ങളാണ് കേട്ടോ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യു എനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു വരുമാന മാർഗമാണ് അല്ലെങ്കിൽ റവന്യൂ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പബ്ലിക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുമ്പോൾ എന്താ പബ്ലിക് സർവീസ്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കറിയാം റോഡ് ഉണ്ട്, ദെൻ അതുപോലെ സ്കൂളുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ നമുക്ക് മിലിറ്ററി ഫോഴ്സ് ഉണ്ട് അല്ലെ, അതുപോലെ ഹോസ്പിറ്റലുകളുണ്ട്, നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ? നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ സ്കൂളുകൾ നമുക്ക് 12th വരെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ. ദെൻ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് അല്ലെ, ഗവൺമെന്റ് കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ദെൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടും. അതുപോലെ ഡിഫൻസ്, നമുക്ക് ഇപ്പോൾ നമ്മുടെ നാടിന്റെ കാവലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഡിഫൻസ് ഉണ്ട് അല്ലെ, പട്ടാളക്കാരുണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു സർവീസാണ്, നമ്മുടെ പബ്ലിക്കിന് അല്ലെങ്കിൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. അപ്പൊ ഈ പറയുന്ന സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് എന്ത് വേണം? ക്യാഷ് വേണം അല്ലെ. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ക്യാഷ് വേണം. അപ്പൊ ആ ഒരു ക്യാഷ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഈ പറയുന്ന ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പലതരത്തിലുള്ള ടാക്സുകളുണ്ട്, പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ അത് ഒരു റവന്യൂ ആണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഒരു റവന്യൂ ആണ് ടാക്സ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണെന്നുള്ളത്. ഇനി നമ്മൾ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിലോട്ട് വരികയാണ്. എന്താണ് ശരിക്കും ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കുക, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് നേരിട്ട് ആരാണോ ടാക്സ് കൊടുക്കേണ്ട ആൾ അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇൻകം ടാക്സും ഇപ്പോ 2023 വന്നിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാണ്, ഞാനിപ്പോ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഒരു ഏകദേശം ഒരു 20 ലക്ഷത്തിന്റെ മുകളിലൊക്കെ എനിക്ക് ആനുവൽ സാലറി ഉണ്ടെന്ന് കരുതാം. ഓക്കെ, സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഒരു ടാക്സ് സ്ലാബ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി, അതായത് 0 മുതൽ 5 ലാക്ക് വരെയാണ് എന്റെ സാലറി എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഇത്ര പെർസെന്റേജ് ടാക്സ് കൊടുക്കണം. ദെൻ 5 ലാക്ക് മുതൽ 10 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര ടാക്സ് കൊടുക്കണം. ദെൻ 10 ലാക്ക് മുതൽ 20 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഞാൻ ഇത്ര ടാക്സ് കൊടുക്കണം. അത് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻകം ടാക്സ് എന്ന് പറയാം. നമ്മൾ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻകം ടാക്സ് എന്ന് പറയാം അല്ലെ. നമ്മുടെ വരുമാനത്തിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻകം ടാക്സ് നമുക്കൊരു ഡയറക്റ്റ് ടാക്സ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഡയറക്റ്റ് ടാക്സ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടാവും. ദെൻ നമുക്ക് നോക്കാം, ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ
കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് അതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് പാർട്ടിലോട്ട് വരികയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് നമ്മൾ പറഞ്ഞു നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കാം. ഞാൻ ഒരു 20 ലക്ഷം സാലറി ആനുവലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ മുകളിൽ ഒരു 5% അല്ലെങ്കിൽ 20% ഞാൻ എന്ത് ചെയ്യണം, ഗവൺമെന്റിന് കൊടുക്കണം. അതിനെയാണ് ഡയറക്റ്റ് ടാക്സ്, എക്സാമ്പിൾ ആയിട്ട് ഇൻകം ടാക്സ് എന്നൊക്കെ പറയാം അല്ലെ. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ടാക്സ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ, നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് എടുത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് അതൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും കേട്ടോ. അതായത് UAE വാറ്റ് രജിസ്ട്രേഷന്, അതുപോലെ തന്നെ UAE വാറ്റിന്റെ ഫയലിംഗ് ഒക്കെ. ഇപ്പോ പല കമ്പനീസും എന്ത് ചെയ്യും, നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് UAE വാറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് തിയറി നോളേജ് മാത്രം ഉണ്ടായാൽ പോരാ, അത് നമുക്കത് പ്രാക്ടിക്കലി കൂടെ ചെയ്യാൻ പറ്റണം അല്ലെ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ അവർ സെലക്ട് ചെയ്യുള്ളൂ. കാരണം എല്ലാം നമുക്ക് തിയറി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് കൂടെ നമുക്ക് നല്ല ഐഡിയ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ UAE വാറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെയും തിയറി മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, അതിന്റെ കൂടെ അതിന്റെ രജിസ്ട്രേഷനും ഫയലിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ GST-യിൽ ഇപ്പൊ ഏതൊക്കെ ബിസിനസ്സുകൾ, ഇപ്പൊ നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ ബിസിനസ്സുകളും GST രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ UAE-യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ബിസിനസ്സുകൾ എന്ത് ചെയ്യണം, വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോ ഏത് എമൗണ്ട് ക്രോസ് ചെയ്യുന്ന സമയത്താണ് അവർ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അവിടുത്തെ അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പോ പൊതുവെ ഓണേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യില്ല, എത്ര എമൗണ്ട് ക്രോസ് ചെയ്താലാണ് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല. ചിലപ്പോൾ വാറ്റ് എന്താന്ന് തന്നെ അവർക്ക് അറിയുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ സെലക്ട് ചെയ്യുന്ന എന്തിനാണ്, നമ്മൾ ഇങ്ങനെയുള്ള അഡ്വൈസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, നമുക്ക് വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടൈം ആയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെ കുറിച്ച് നോളജ് വേണ്ടേ. അപ്പോ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ബിസിനസ് വാറ്റിൽ രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ FTA എന്ന് പറയും, ഒരു നമ്മുടെ UAE-ലൊക്കെ ഉള്ള അതോറിറ്റിയാണ്, നമ്മുടെ നാട്ടിൽ GST കൗൺസിലൊക്കെ ഉള്ള പോലെ ഒരു അതോറിറ്റിയാണ്. അതൊക്കെ നമ്മൾ പഠിക്കട്ടോ, വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കും. അപ്പൊ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ പറയുന്ന നമ്മളെ വാറ്റ് ഫയലിംഗ്, അതുപോലെ തന്നെ വാറ്റ് രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാം. അപ്പൊ ഒരു ബിസിനസ് വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു ടൈം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവര് രജിസ്ട്രേഷൻ എടുക്കണം. അതിനൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ ഈ രജിസ്ട്രേഷൻ എടുക്കുന്ന പ്രോസസ്സ് പൊതുവെ അവരെന്താ ചെയ്യുക, ബിസിനസ്സുകളൊക്കെ പുറത്തുള്ള ഫേമുകളെയാണ് ഏൽപ്പിക്കുക. അതായത് കുറെ ടാക്സ് ഫേമുകൾ ഉണ്ടാവും അല്ലെ, ഓഡിറ്റിംഗ് ഫേമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ ഏൽപ്പിക്കും എന്ത്, ഈ പറയുന്ന വാറ്റ് ഫയലിംഗ് അല്ലെങ്കിൽ വാറ്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയാണ് പൊതുവെ ഏൽപ്പിക്കുക. അപ്പോൾ UAE-യിൽ തന്നെ ഈ പറയുന്ന ഫയലിംഗ് ഒരു ക്വാർട്ടർലി, അതായത് 3 മാസം കൂടുമ്പോൾ ഒരു ഫയലിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം 480ഓളം ദിറംസ് ഒക്കെ കൊടുക്കണം. ഓക്കെ, കുറഞ്ഞത് 480 ദിറംസ് ഒക്കെ കൊടുക്കണം. അപ്പൊ ഇത്രയും എമൗണ്ട് കമ്പനി എന്ത് ചെയ്യണം, 3 മാസം കൂടുമ്പോൾ, ഓരോ 3 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യണം, ഈ പറയുന്ന ടാക്സ് ഫേമുകൾക്ക് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെൻസ് ആണ് അല്ലെ. ഈ പറയുന്ന വാറ്റ് ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊരു ടീമിനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സ്, അതായത് ഒരു ബിസിനസ് അവരുടെ അക്കൗണ്ടന്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വാറ്റിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വാറ്റിന്റെ ഫയലിംഗ് ഒക്കെ അവർക്ക് അറിയോ എന്നുള്ളത് നോക്കും. പൊതുവെ അത് അറിയുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന പുറത്തോട്ട് അല്ലെങ്കിൽ ടാക്സ് ഫേമുകൾക്കൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണോ, ഇവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വാറ്റ് ഫയലിംഗ് അറിയാം, വാറ്റ് രജിസ്ട്രേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും എന്നെ സെലക്ട് ചെയ്യും. കാരണം എന്താ, എനിക്കത് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ 480ഓളം ദിറംസ് പുറത്തോട്ട് കൊടുക്കുന്നത് എന്ത് ചെയ്യണ്ട, അത് നമുക്ക് ആ എക്സ്പെൻസ് അല്ലെങ്കിൽ ആ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയാം. ഓക്കെ, അതേപോലെ തന്നെ അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പൊ ഈ പറയുന്ന 480 ദിറംസ് പുറത്തുള്ള കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി, ഒരു 100 അല്ലെങ്കിൽ 150 ദിറംസ് എക്സ്ട്രാ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ എടുക്കുന്ന എംപ്ലോയിക്ക് അല്ലെങ്കിൽ അക്കൗണ്ടന്റിന് കൊടുത്താൽ മതി അല്ലെ.
അപ്പോൾ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയിക്കും ബെനിഫിറ്റ് ആണ് അല്ലെ. എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയിക്ക് എന്തിട്ടാണ് അഡീഷണൽ സാലറി കിട്ടുകയാണ്. ഇപ്പോൾ 2500 ആണ് ആളുടെ സാലറി എന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ വാറ്റ് ഫയലിങ്ങോ രജിസ്ട്രേഷൻ ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു 100 ദിറംസ് കൂടെ എക്സ്ട്രാ കൊടുത്താലും കമ്പനിക്ക് ഇത് ബെനിഫിറ്റ് ആണ്. 3 മാസം 100 ദിറംസ് കൊടുത്താലും 300 ദിറംസേ വരുള്ളൂ. ബാക്കി 180 ദിറംസോളം എന്ത് ചെയ്യാണ് ഇവർക്ക് ബെനിഫിറ്റ് ആണ്, കമ്പനിക്ക് ബെനിഫിറ്റ് ആണ് അല്ലെ. അപ്പോൾ ആ രീതിയിൽ പൊതുവെ എന്ത് ചെയ്യും, ഇപ്പോ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോ എംപ്ലോയിനെ അല്ലെങ്കിൽ അക്കൗണ്ടന്റിനെ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെ എംപ്ലോയേഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഈ പറയുന്ന ക്രൈറ്റീരിയ നോക്കാറുണ്ട്. ഈ പറയുന്ന വാറ്റ് ഫയലിംഗ് അറിയോ, അതുപോലെ രജിസ്ട്രേഷൻ അറിയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ പറയുന്ന വാറ്റ് ഫയലിംഗ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ അറിയുന്ന ആളുകൾ, അതായത് ഒരു കമ്പനി രജിസ്ട്രേഷൻ എടുക്കാനായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കമ്പനിക്ക് അത് ബെനിഫിറ്റ് ആണ്. അതുപോലെ ക്വാർട്ടർലി ഫയലിംഗ്, ക്വാർട്ടർലി നമ്മുടെ GST ഫയലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ GST ഫയലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ UAE-യിലൊക്കെ ഫയലിംഗ് ചെയ്യുമ്പോൾ അതും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിമാൻഡ് കൂടും. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മളത് പ്രാക്ടിക്കലി ചെയ്ത് പഠിപ്പിക്കും. അതായത് വെറുതെ അതിന്റെ തിയറി പറഞ്ഞു പോവാ ഇങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്ത് കാണിക്കുക മാത്രമല്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് തരും. ഒറിജിനൽ വെബ്സൈറ്റ് തന്നെയാണ്, ഒറിജിനൽ വെബ്സൈറ്റ് പോലെയുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാർട്ടിലോട്ട് വരാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഡോട്ട് നമുക്ക് നേരെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലോട്ട് നേരെ പോവാം. ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ, tax.gov.ae ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നേരെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം, നെറ്റ് ലോഡ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാറ്റ് ഫയലിംഗിന്റെ വെബ്സൈറ്റ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ വാറ്റ് ഫയലിംഗിന്റെ വെബ്സൈറ്റിൽ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ഫയലിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, കണ്ടോ, ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ ഈ രീതിയിൽ കാണാൻ പറ്റും. ദെൻ ഇനി ഫയലിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് തന്നെ വേറെ ഒന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഇവിടെ ഈ സർവീസ് tax.gov.ae എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എമറ ടാക്സിന്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ എമറ ടാക്സ് എന്ന് സെർച്ച് ചെയ്യാം. എമറ ടാക്സ്, ഓക്കെ, എമറ ടാക്സ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ സർവീസ് .tax.gov.ae എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ, സ്ക്രീനൊക്കെ ഓക്കെ അല്ലേ, വിസിബിൾ അല്ലേ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് തമ്പിട്ടാലും മതി. ഓക്കെ ആണ് അല്ലേ? അപ്പൊ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നെറ്റ്വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ട്, ലോഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള സെയിം വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഡിസൈനേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാറ്റ് ഫയലിങ്ങും വാറ്റ് രജിസ്ട്രേഷനും നിങ്ങൾക്ക് ഇതിൽ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ ഇത് ഒറിജിനൽ വെബ്സൈറ്റ് ആണ്, സെയിം വെബ്സൈറ്റ്, എല്ലാ ഫീച്ചേഴ്സും ഉള്ള വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു കോപ്പി എന്ന് പറയാം, ഈ വെബ്സൈറ്റിന്റെ കോപ്പി എന്ന് പറയാം. ഇതിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും തരും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അതിനുള്ള അസിസ്റ്റൻസ് ആണ് നമ്മൾ തരാം. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് അതിനുള്ള യൂസർ നെയിമും പാസ്വേഡും തരും. അതിൽ ഏകദേശം ഒരു 5 കമ്പനീസ് വരെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതായത് ഒരു പ്രാവശ്യം ചെയ്ത് നിങ്ങൾക്ക് പിന്നെയും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്നൊന്നും പറയൂല, വീണ്ടും നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ 5 പ്രാവശ്യം
UAE വാറ്റിന്റെയും അതുപോലെ കോർപ്പറേറ്റ് ടാക്സിന്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയലിംഗ് രജിസ്ട്രേഷന്, അതായത് കോർപ്പറേറ്റ് ടാക്സിന്റെ ഫയലിംഗ് രജിസ്ട്രേഷന്, UAE വാറ്റിന്റെ ഫയലിംഗ് രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ഇതിൽ തരുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു തിയറി പറഞ്ഞു പോവുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇതാണ്, ഇതിൽ ഇങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ അത് ചെയ്തു പഠിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിന് യൂസർ നെയിമും പാസ്വേഡും തരും. ദെൻ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് UAE സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി കൂടും, അതുപോലെ തന്നെ നമ്മുടെ ചാൻസസ് കൂടും, നമ്മുടെ ജോബ് സാധ്യത നമുക്ക് അവിടെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. വെറുതെ പഠിക്കുന്ന കാര്യങ്ങളല്ല. വാറ്റിന്റെ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിലും അതിന്റെ തിയറി പോർഷൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വെറുതെ പഠിക്കുന്ന ഒരു കാര്യമല്ല. നിർബന്ധമായിട്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, സോ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാത്തത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, ദെൻ ഇനി നേരെ നമ്മൾ ഇൻഡയറക്ട് ടാക്സ് എന്താന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, ഡയറക്ട് ടാക്സ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഡയറക്ട് ടാക്സ് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഒരു തമ്പിടാം. ഓക്കെ ആണ്, വെരി ഗുഡ്. ദെൻ ഇൻഡയറക്ട് ടാക്സ് അല്ലെ. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന് നേരിട്ട് ടാക്സ് കൊടുക്കൂല, പകരം എന്ത് ചെയ്യും, അതിനിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ഞാന് ടാക്സ് എന്ത് ചെയ്യില്ല, ഗവൺമെന്റിന് കൊടുക്കൂല, പകരം ഞാൻ അതിനിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വാറ്റും GST ഒക്കെ ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്, ഇൻഡയറക്ട് ടാക്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട്, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഈ മൊബൈൽ ഫോൺ ഞാൻ എന്ത് ചെയ്യാണ്, ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണ്, പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പഴയതാണെന്നുണ്ടെങ്കിലും ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണ്. ആ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ 10,000 ദിറംസ് ആണ് ആ മൊബൈൽ ഫോണിന്റെ വാല്യൂ എന്ന് കരുതാം. ഓക്കെ, മൊബൈൽ ഫോണിന്റെ വാല്യൂ 10,000 ദിറംസ് ആണ്. ഞാൻ ആ ഒരു സാധനം അവരെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ വാറ്റ് ഉണ്ടാവും അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മുകളിലാണല്ലോ ടാക്സ് വരിക, അതിനെയാണ് നമ്മൾ വാറ്റ് പറയാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ നമ്മുടെ നാട്ടിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങാം, മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം അല്ലെ. ആ ടാക്സ് നമ്മൾ ആർക്കാ കൊടുക്കുക, നമ്മളിപ്പോ 10,000 മൊബൈൽ ഫോൺ വാങ്ങി, എന്നിട്ട് എന്ത് ചെയ്യാണ്, ടാക്സ് 10,000 നമ്മൾ അവർക്ക് കൊടുത്തു, ഷോപ്പുകാർക്ക് കൊടുത്തു, എന്നിട്ട് ബാക്കി അതിന്റെ 5% GST നമ്മുടെ ഗവൺമെന്റിന് കൊടുക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതിന്റെ സ്ട്രക്ചർ അങ്ങനെയല്ല. എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കൂല, പകരം എന്ത് ചെയ്യും, നമ്മൾ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് നമ്മൾ ടാക്സ് കൊടുക്കും, ടാക്സ് അടക്കമുള്ള എമൗണ്ട് കൊടുക്കും. അവരെന്ത് ചെയ്യും, ആ ടാക്സ് എമൗണ്ട് മാത്രം ഗവൺമെന്റിന് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഞാനാണ് ടാക്സ് കൊടുക്കേണ്ട ആള്, ഞാൻ ഗവൺമെന്റിന് ടാക്സ് നേരിട്ട് കൊടുക്കുന്നതിന് പകരം അതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അതിന്റെ ഇടയിൽ വരും. അതിനെയാണ് നമ്മൾ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. GST എന്താണ്, വാറ്റ് എന്താണ്, ഇതൊക്കെ എന്താണ്, ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ആണ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് നേരിട്ട് കളക്ട് ചെയ്യുന്നതിന് പകരം ഒരു ഇടനിലക്കാരൻ വഴി ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ ആണോ? ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. അല്ലെ നമുക്ക് അടുത്തത് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണ് അല്ലെ. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഇത് പല ആളുകൾക്കും അറിയുന്നുണ്ടാവും, പക്ഷെ ഒരു ബേസും ഇല്ലാത്ത ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് മടുപ്പുണ്ടാവും, പക്ഷെ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ദെൻ അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ അധികം കാര്യങ്ങളിലോട്ട് വരുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പാർട്ടാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വെബ്സൈറ്റ് കാണിച്ചതില്ലേ, വെബ്സൈറ്റ് അല്ലെ, ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ഒരു വെബ്സൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വെബ്സൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്താ ശരിക്കും, നമ്മുടെ നാട്ടില് GST ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി ഉണ്ട് അല്ലെ, GST കൗൺസിൽ എന്ന് പറയും. അപ്പൊ അതേപോലെ UAE അവിടെയുള്ള ടാക്സ് സിസ്റ്റം, അതിപ്പോ UAE വാറ്റ് ആവാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ആവാം, ഏത് ടാക്സ് ആയിക്കോട്ടെ, ആ ടാക്സിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ്, അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഗവൺമെന്റ് അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രിങ് ഫെഡറൽ ടാക്സസ് ഇൻ ദ UAE. UAEയിലുള്ള ഫെഡറൽ ടാക്സസ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത്, അത് നടപ്പിലാക്കുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത്,
അതിന്റെ ആ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? ഫെഡറൽ ടാക്സ് അതോറിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലെ GST കൗൺസിലാണ് എല്ലാ കാര്യങ്ങളും ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ യു എയിലുള്ള അതോറിറ്റിയാണ് ടാക്സ് കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് പറയാം കേട്ടോ. ഓക്കെ, ദെൻ എസ്റ്റാബ്ലിഷ് ടു ഇംപ്ലിമെന്റ് റെഗുലേറ്റ് ആൻഡ് എൻഫോഴ്സ് ടാക്സ് ലോ. ഈ പറയുന്ന ഫെഡറൽ ടാക്സസ് എൻഫോഴ്സ് ചെയ്യാം, നടപ്പിലാക്കുക അല്ലെ, അത് നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്? ഫെഡറൽ ടാക്സ് അതോറിറ്റി ആണ്. അതുപോലെ തന്നെ മാനേജ് വാറ്റ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ, ഫയലിംഗ് ആൻഡ് പേയ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന വാറ്റിന്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ഒക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഫെഡറൽ ടാക്സ് അതോറിറ്റി ത്രൂ ആണ്, ഫയലിംഗ് ചെയ്യുന്നത് അതോറിറ്റി ത്രൂ ആണ്. അതുപോലെ ടാക്സിന്റെ പേയ്മെന്റ്, വാറ്റിന്റെ പേയ്മെന്റോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ഒക്കെ പേയ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് ത്രൂ ആണ്? ഈ പറയുന്ന ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ത്രൂ ആണ്. സോ അതുകൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇഷ്യൂ ടാക്സ് ഗൈഡ് ലൈൻസ്, ക്ലാരിഫിക്കേഷൻ ആൻഡ് പബ്ലിക് അവയർനെസ് പ്രോഗ്രാം. അതായത് ഇപ്പോ ഒരുപാട് അപ്ഡേഷൻസ് വരും അല്ലെ, നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോ പുതിയ അപ്ഡേഷൻസോ കാര്യങ്ങളൊക്കെ FTA റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാറ്റ് റിലേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ടാക്സ് റിലേറ്റ് ചെയ്ത് പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും പുതിയ നിയമങ്ങൾ വരാം. ഇപ്പോ വാറ്റിൽ തന്നെ ഇപ്പോ നമുക്ക് 5% ഉണ്ട് അല്ലെ, അത് ചിലപ്പോൾ 15% അല്ലെങ്കിൽ 10% ഒക്കെ ആയി എന്ന് കരുതാം ഫ്യൂച്ചറിൽ. അപ്പൊ അങ്ങനെ ആ വരുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഫെഡറൽ ടാക്സ് അതോറിറ്റിയാണ്. അവർ പറയും നമ്മുടെ ടാക്സ് റേറ്റ് ഇനി ഇത് ഇന്ന ഡേറ്റ് മുതൽ ഇത്ര റേറ്റ് ആയിരിക്കും എന്നുള്ളത് പറയും അല്ലെ. അതുപോലെ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോ നമ്മൾ എന്തെങ്കിലും പുതിയ ടാക്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ റേറ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന ഡേറ്റ് മുതൽ അത് ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ള ഗൈഡ് ലൈൻസ്, അതിന്റെ ക്ലാരിഫിക്കേഷൻസ്, അതുപോലെ പബ്ലിക് അവയർനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? ഫെഡറൽ ടാക്സ് അതോറിറ്റി ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ UAE ഓഡിറ്റ്, അതുപോലെ ഇൻസ്പെക്ഷന്, അതുപോലെ തന്നെ ടാക്സ് കംപ്ലയൻസസ്. അതായത് എല്ലാ ബിസിനസ്സുകളും ഈ പറയുന്ന രജിസ്ട്രേഷൻ എടുക്കാൻ ലിമിറ്റ് ഒക്കെ ക്രോസ് ചെയ്ത ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യില്ല, ടാക്സ് വെട്ടിപ്പൊക്കെ നടത്തും അല്ലെ. നമ്മുടെ നാട്ടിൽ GST വെട്ടിപ്പൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതായത് അവരെന്ത് ചെയ്യും, പല കാര്യങ്ങളും പല റീസണും കാരണം എന്ത് ചെയ്യും, അവർ ടാക്സ് കൊടുക്കൂല, ഗവൺമെന്റിന് കൊടുക്കൂല. ആരും ഈ ടാക്സ് കൊടുക്കാനൊന്നും പൊതുവെ വില്ലിങ് ആവില്ല അല്ലെ. അപ്പൊ പൊതുവെ പല ആളുകളും എന്ത് ചെയ്യും, ടാക്സ് വെട്ടിപ്പ് നടത്തും. അപ്പോ ലോ പ്രകാരം പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ടാക്സ് വെട്ടിപ്പ് നടത്താൻ പാടില്ല, എന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫൈന് കൊടുക്കേണ്ടി വരും എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലൂപ്പ് ഹോളുകളൊക്കെ വെച്ചിട്ട് ഫയലിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കെ ഡിലേ വരുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓഡിറ്റ് ചെയ്ത് അത് ഇൻസ്പെക്ഷൻ ചെയ്ത് അത് ആ പേയ്മെന്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ ആ പെൻഡിങ് ക്ലിയർ ചെയ്യാനും അതിന്റെ ഫൈന് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ FTA ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ UAEയിലുള്ള ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് അതുപോലെ ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അല്ലാതെ പൊതുവെ അക്കൗണ്ട്സിന്റെ ഓഡിറ്റിംഗ് ഒന്നും ആര് ചെയ്യൂല, ഫെഡറൽ ടാക്സ് അതോറിറ്റി ചെയ്യൂല. ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അതിന്റെ ഓഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റി അല്ല നടത്തുക. അതേ സ്ഥാനത്ത് ഞാൻ ടാക്സ് കൊടുക്കുന്നതിൽ ഫെയിൽ ആവുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ FTA അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമ്മൾ FTA എന്നാണ് പറയാം. അപ്പോൾ ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്നുള്ളത് ഇങ്ങനെ നമ്മൾ പറയുന്നതിനേക്കാൾ ബെറ്റർ FTA എന്ന് പറയുന്നതാണ്. ഓക്കെ, ഷോർട്ടായിട്ട്. അപ്പൊ ഈ FTA നമ്മൾ എന്തെങ്കിലും ഫെയിലോ കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ, ഫയലിംഗ് ചെയ്യാൻ വിട്ടുപോയാല് അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്നതിൽ നമ്മൾ എന്തെങ്കിലും ലൂപ്പ് ഹോളുകളൊക്കെ വെച്ചിട്ട് മിസ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ട്രാക്ക് ചെയ്ത് അതിന്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ടാക്സ് പ്രോപ്പർ ആയിട്ട് ഗവൺമെന്റിന് അല്ലെങ്കിൽ FTAക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആര് എൻഷുർ ചെയ്യണം? ഈ പറയുന്ന ഫെഡറൽ ടാക്സ് അതോറിറ്റി എൻഷുർ ചെയ്യും. അതാണ് അവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയാം. ശരിക്കും ഇതൊരു ഗവൺമെന്റിന്റെ അതോറിറ്റിയാണ്. ഗവൺമെന്റിന്റെ ടാക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് പറയാം കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കണ്ടക്ട് ഓഡിറ്റ് നമ്മൾ പറഞ്ഞു. പ്രൊട്ടക്ട് ഗവൺമെന്റ് റവന്യൂ ആൻഡ് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഒരു മെയിൻ റവന്യൂ ആണ് ഈ പറയുന്ന ടാക്സ്. അപ്പോ ഗവൺമെന്റിന്റെ റവന്യൂ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഫെഡറൽ ടാക്സ് അതോറിറ്റി ആണ്. കാരണം ഗവൺമെന്റിന് ഈ പറയുന്ന ടാക്സ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ആരാ? ഫെഡറൽ ടാക്സ് അതോറിറ്റി ആണ്. അപ്പൊ ഗവൺമെന്റിന്റെ ടാക്സ് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വരുമാനം റവന്യൂ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഫെഡറൽ ടാക്സ്
അതോറിറ്റിയാണ്. സോ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ദെൻ ഫെഡറൽ ടാക്സ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2016 2016 എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ യു എയിലുള്ള ടാക്സ് സിസ്റ്റം, അത് ഫെഡറൽ ടാക്സസ്, യു എ വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് പോലെയുള്ള ടാക്സ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന FTA ആണ്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. കാരണം ഒന്നും പെൻഡിങ് വെക്കരുത്. കാരണം ഇനി നമ്മൾ കുറച്ചധികം ലോയിലോട്ടാണ് പോവുക. അതായത് പ്ലേസ് ഓഫ് സപ്ലൈ, ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. ആ ടോപ്പിക്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ മുമ്പ് ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഡൗട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാ. ഫുൾ എക്സാമ്പിൾ വെച്ചിട്ടാവും നമ്മൾ പോവുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പൊതുവെ ലോ പഠിക്കുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ ആണ് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന ലോ പഠിക്കുക അല്ലെ. കുറെ സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സെക്ഷനും നമ്മൾ ഇവിടെ പഠിക്കാനില്ല. ജസ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് റൂൾസ് വരിക, എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ്, പ്ലേസ് ഓഫ് സപ്ലൈ, ഡേറ്റ് ഓഫ് സപ്ലൈ, അതുപോലെ വാല്യൂ ഓഫ് സപ്ലൈ, അതായത് ഏത് വാല്യൂവിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാണേണ്ടത്. കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങി 10,000 വാങ്ങിയത്, ആ 10,000 മുകളിലാണോ ടാക്സ് ചാർജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലാണോ ചാർജ് ചെയ്യേണ്ടത്? കൺഫ്യൂഷൻ ആണ് പൊതുവെ വരും അല്ലെ. അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് അല്ലെങ്കിൽ ഏത് ക്വാർട്ടറിലാണ് ഫയലിംഗ് ചെയ്യേണ്ടത് എന്നറിയണം അല്ലെ. ഇപ്പൊ യു എയിലൊക്കെ നമ്മുടെ നാട്ടില് GST ഒക്കെ മന്ത്ലി ഫയലിംഗ് ചെയ്യാറുണ്ട്, ക്വാർട്ടർലി ഒക്കെ ഫയലിംഗ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ രണ്ട് രീതിയിൽ യു എയിൽ നമ്മുടെ നാട്ടിൽ ഫയലിംഗ് ചെയ്യാം. പക്ഷെ യു എയിലൊക്കെ പൊതുവെ ക്വാർട്ടർലി ആണ് ഫയലിംഗ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, 3 മാസം കൂടുമ്പോൾ അല്ലെ, 3 മാസം കൂടുമ്പോഴാണ് ഫയലിംഗ് ചെയ്യുക. ഇപ്പൊ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജനുവരിയിൽ, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം എടുക്കും. ഈ 3 മാസത്തെ സെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ ഫയലിംഗ് ചെയ്യാൻ നമ്മൾ എന്താണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണ്. ആ 3 മാസം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫയലിംഗ് ചെയ്യണം. അതിനൊക്കെ ഒരു ഡേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പറയും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂണിലുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ ഫയലിംഗ് ചെയ്യണം. എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ഒരു ബിസിനസ് നടത്തിയിട്ടുള്ള സെയിലും പർച്ചേസും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ആ 3 മാസത്തെ ഫയലിംഗ് നമ്മൾ ചെയ്യുന്നതാണ് ഏപ്രിലാണ്. ഓക്കെ, ദെൻ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതിന്റെ ഫയലിംഗ് ചെയ്യാം. മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ, ജൂണിലാണ് ചെയ്യുക. ദെൻ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ ചെയ്യുക സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, സോറി നമുക്ക് അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അല്ലെ. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ചിലെ ഏപ്രിൽ ചെയ്യും, ഏപ്രിൽ, മെയ്, ജൂണിലെ ജൂലൈയിൽ ചെയ്യും, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലെ ഒക്ടോബറിൽ ചെയ്യും, ഒക്ടോബർ, നവംബർ, ഡിസംബറിലെ ഫയലിംഗ് എന്ത് ചെയ്യും, ജനുവരിയിൽ ചെയ്യും. അങ്ങനെയാണ് വരിക. മനസ്സിലായോ? അപ്പൊ 3 മാസം നമ്മൾ നടത്തിയിട്ടുള്ള സെയിലും പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ആ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ പറയുന്ന ടാക്സ് ഫയലിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് എമൗണ്ട് എടുക്കേണ്ടത്, ചില എമൗണ്ടുകൾ എടുക്കേണ്ടി വരും, ചില എമൗണ്ടുകൾ എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ക്വാർട്ടർലി ആണ് ഫയലിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യാൻ ആവശ്യമായുള്ള ഡാറ്റ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, then എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും എന്നുള്ളതും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഫയലിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ക്വാർട്ടർലി ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ യു എയിൽ ക്വാർട്ടർലി ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി നമ്മൾ നേരെ വാറ്റിന്റെ തിയറിയിലോട്ട്, അല്ലെങ്കിൽ എന്താണ് വാറ്റ്, വാറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ വാറ്റിന്റെ ഒരു എക്സാമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് നമുക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമുക്ക് ടൈം എന്തായാലും വേണം. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ തിയറി ജസ്റ്റ് എനിക്ക് പറഞ്ഞു പോവാം, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇത് നമ്മുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നോക്കുക. നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, ആ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കി പോവാണ് ചെയ്യാം. ഈ എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വാറ്റിന്റെ കാൽക്കുലേഷൻ വരിക എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വാറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഏത് വാല്യൂവിന്റെ മുകളിലാണ് ടാക്സ് ചാർജ് ചെയ്യേണ്ടത്, ദെൻ എത്ര എമൗണ്ട് ആണ് നമ്മൾ വാറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, ഏത് ഡേറ്റിനാണ് നമ്മൾ ഫയലിംഗ് ചെയ്യേണ്ടത്, ദെൻ അതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് നമ്മൾ വാറ്റ് കൊടുക്കേണ്ടത്,
അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ചില കേസ് നമുക്കറിയാം അല്ലെ, ഇപ്പൊ ഞാൻ യു എയിൽ ബിസിനസ് നടത്തുന്ന ആളാണ്. ഞാൻ സൗദിയിൽ നിന്ന് ഒരു സാധനം വാങ്ങാണ്, ഇമ്പോർട്ട് ചെയ്യാണെന്ന് കരുതാം. അപ്പൊ അതിന് ഞാൻ ടാക്സ് കൊടുക്കണോ, അതായത് വാറ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ സൗദിയിലുള്ള ഒരു ആ ബിസിനസ് ഞാൻ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അവരാണോ ടാക്സ് കൊടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ വരും അല്ലെ. അതൊക്കെ നമുക്ക് അറിയണം. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മളെ ആരാണ് വാറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക? അത് നമുക്ക് ലോ അറിയണം. ലോ അറിഞ്ഞാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് RCM എന്ന് പറയുന്ന റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. കാരണം ഇപ്പൊ എന്തായാലും നമുക്കത് പറയൽ പോസിബിൾ അല്ല. ഏകദേശം ഒരു 10-12 അവേഴ്സിന്റെ മീൻസ് 10-12 ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. അതോട് കൂടിയിട്ട് നമ്മൾ വാറ്റ് തറവാവും. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയും. പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്ഡേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ കാര്യം കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും കേട്ടോ. സോ ഇതിൽ നിങ്ങൾ ഒരിക്കലും അപ്ഡേറ്റ് അല്ലാത്തൊരു സിറ്റുവേഷൻ വരില്ല. സോ അത് നമ്മൾ ഗ്യാരണ്ടി തരാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ബേസിക് ഐഡിയ ഉണ്ടാക്കി തന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വാറ്റ്, അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഏതൊക്കെയാണ് റേറ്റുകൾ വരുന്നത്, എന്താണ് ടാക്സബിൾ സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട്. ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ദെൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പലതരം ബിസിനസ് ഉണ്ട് അല്ലെ. അപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെങ്കിൽ അവിടെ എങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ ഇതൊക്കെ നമുക്ക് അറിയണം. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനം ചിലപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയന്റഡ് ആയ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് ആവാം അല്ലെ. ദെൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് കെയർ ആവാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്ത് ഉള്ള ഒരു ബിസിനസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഇവിടെയൊക്കെ ടാക്സ് റേറ്റ് മാറ്റുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഒക്കെ അവിടെ ടാക്സ് റേറ്റ് മാറ്റുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ പല സിറ്റുവേഷനിലും ചില കേസിൽ 0 റേറ്റഡ് ആവാം, ചില കേസിൽ 5% ആവാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് ഫീൽഡിലാണോ പോകുന്നത് അവിടെ ഏതൊക്കെ റേറ്റുകളായിരിക്കും എന്നുള്ള കാര്യങ്ങളൂടെ നമുക്ക് അറിയണം അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. മീൻസ് എല്ലാ ഇൻഡസ്ട്രിയും നമ്മൾ പഠിക്കൽ പോസിബിൾ അല്ല, പക്ഷേ എക്സംഷൻസ് ഉണ്ടാവും അല്ലെ. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ 90% ബിസിനസ്സുകൾ എന്തായിരിക്കും, ഒരേ രീതിയിലായിരിക്കും. അതായത് അതിന്റെ വാറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഒരേ രീതിയിലായിരിക്കും. പക്ഷെ ബാക്കി വരുന്ന 10% എന്തായിരിക്കും, നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതായത് അതിന്റെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, ബാക്കി 90% സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 10% പ്രോപ്പർ ആയിട്ട് പഠിക്കും. ദെൻ ബാക്കി വരുന്ന 90% എന്ത് ചെയ്യും, കോമൺ സാധനമായിരിക്കും. അത് നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, സോ അറിഞ്ഞിരിക്കുക എന്താണ് യു എ വാറ്റിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ വാറ്റിലോട്ട് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് 1 അവർ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമുക്ക് അതിനുള്ള ആ ഒരു ബാക്കി എക്സാമ്പിൾസ് പറയാനുള്ള ഒരു ടൈം ഇല്ല. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ദെൻ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു തമ്പിടുക. ദെൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തമ്പിടുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ കോർഡിനേറ്ററെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ തരും. ആ നമ്പറിൽ കണക്ട് ചെയ്ത് എന്ത് ഡൗട്ട്, ഇന്ന് എടുത്ത കാര്യങ്ങളിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഇനി അതല്ല ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോൾ ഇന്ന രീതിയിലായാൽ നന്നായിരിക്കും എന്നുള്ള സജഷനോ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് പറയാം കേട്ടോ, മെസ്സേജ് അയച്ച് പറയാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് മാറ്റും. പല പല ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും. ഒരു ബേസും അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാതെ +2 കഴിഞ്ഞ് വന്നുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലോട്ട് നമ്മൾ മാറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റേഞ്ച് എന്താണോ, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലോട്ട് നമ്മൾ ക്ലാസ് മാറ്റും കേട്ടോ. ഓക്കെ, സോ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് നമ്മളെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ അതുപോലെ ഡൗട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ടൈമിന് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു തമ്പിടാം. ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നാളെ നമുക്ക് ഏകദേശം ഇതേ ടൈമിൽ തന്നെ ആയിരിക്കും ക്ലാസ് വരുന്നുണ്ടാവുക. എന്നാൽ ടൈം ഇൻഫോം ചെയ്യും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ എല്ലാവരും ലൈവിൽ തന്നെ ജോയിൻ ചെയ്യാം. റെക്കോർഡിങ്സ് കാണേണ്ട ഒരു സിറ്റുവേഷൻ വരണ്ട. ഓക്കെ, എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലൈവ് കാണുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഞാൻ എടുക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ ചോദിച്ച് ക്ലിയർ ചെയ്യാം അല്ലെ. അപ്പൊ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മറ്റത് നിങ്ങൾ ആ റെക്കോർഡിങ്സ് കണ്ട് ആ പോർഷൻസ് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പോട്ടിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാ.
സോ അതാണ് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയാം. പിന്നെ അതുപോലെ ഒരു നോട്ടും പെന്നും എല്ലാവരും കരുതുക കേട്ടോ ക്ലാസ് എടുക്കുന്ന സമയത്ത്. കാരണം ലോ ആയതുകൊണ്ട് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇന്ന് എടുത്ത് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നോട്ട് എടുത്ത് അതിൽ റെഫറൻസ് ആയിട്ട് എല്ലാം എഴുതണ്ട. PPT ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അല്ലാണ്ട് നമ്മൾ പറയുന്ന ചില പോയിന്റ്സുകൾ ഉണ്ടാവും, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോയിന്റ്സുകൾ ഉണ്ടാവും, അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് പോവാട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മാക്സിമം നാളെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. ദെൻ റെസ്പോണ്ടീവ് ആയിട്ട് അല്ലെ, അതായത് റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ മാക്സിമം ശ്രദ്ധിക്കുക. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ നോക്കുക. അപ്പൊ നമുക്കൊന്ന് ആക്റ്റീവ് ആയിട്ട് ക്ലാസ് മുന്നോട്ട് പോകും. ഞാൻ മാത്രം സംസാരിക്കുന്നതിനേക്കാൾ ബെറ്റർ എല്ലാവരും കൂടെ കൂടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഡൗട്ടോ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓക്കെ ആണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ പോകുമ്പോൾ കുറച്ചുകൂടെ നന്നാവും. ഓക്കെ, അപ്പൊ ആ രീതിയിലോട്ട് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ദെൻ ഗുഡ് നൈറ്റ്.